ഒരു വെറൈറ്റി കൺസെപ്റ്റിനെ എങ്ങനെ മോശമായി പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് കറക്കം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാൻസിങ് ഗോസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നിട്ടുള്ളൊരു മൂവിയായിരുന്നു കറക്കം. അപ്പോൾ ഈ ഡാൻസിങ് ഗോസ്റ്റ് എന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സീനുകൾ നമ്മൾ സഹിച്ചിരിക്കണം. ആ സീനുകളിൽ പലതും ഒരു അമേച്ചർ ഫീൽ ആയിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ശോകമായിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ഈവൻ ഡയലോഗ്സ് ആണെങ്കിലും പല സമയത്ത്, കട്ട്സ് ആണെങ്കിലും പല സമയത്ത്. സോ ഒരു അമേച്ചർ ഒരു ഫീൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പ്രേതങ്ങൾ വന്നിട്ടായാലും പിന്നെ അങ്ങോട്ടാണെങ്കിലും ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗെയിൻ കൺസെപ്റ്റ് ഒരു വെറൈറ്റി കൺസെപ്റ്റാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷനോട് ഒരു തരത്തിലും നീതി കൊടുക്കാത്ത ഒരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്താണ് കില്ലർ, ആരാണ് സംഭവിച്ചത്, എല്ലാ സംഭവവും നമുക്കിങ്ങനെ റൈറ്റിംഗ് ഓൺ ദ വാളാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് അത്രയും പ്രഡിക്റ്റബിൾ ആയിരുന്നു സ്റ്റോറിയിലെ. അങ്ങനെ മൊത്തം ആകെത്തുകയിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് വന്നത്. ഒരു 5-2.5 ആ റേഞ്ച് കൊടുക്കാവുന്ന, റേറ്റിംഗ് കൊടുക്കാവുന്ന ഒരു മൂവി. ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത് സോണി ലീവാണ്. അപ്പോൾ ഒരു മേ ബി ഇപ്പോൾ എനിക്കൊരു ഹൊറർ ഫിലിംസ് ഒരുപാട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അത്രത്തോളം വർക്ക് അയക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് വർക്ക് അയക്കാം. കണ്ടു നോക്കി ഇത് തന്നെ വിലയിരുത്തുക. ഫോർ മീ ഇറ്റ്സ് എ ബിലോ ആവറേജ് ഫിലിം.